ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ മൈസൂസ്കൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു റീനമ്മ ഉള്ള ദിവസത്തെ ഒരു വ്ളോഗ് ചെയ്യണേ, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണേന്ന്. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇന്ന് അതന്നെ അങ്ങോട്ട് കിടക്കട്ടെ എന്ന്. മാറ്റിയോ പൊന്നോ? ക്രീം തേച്ചോ? ഇല്ല, സോപ്പിട്ട് ക്രീം തേക്കണ്ടോ? പനി കുട്ടി ഓക്കെ മോനെ ഓക്കെ ആയിട്ടാ, ചായ തരാട്ടാ കുഞ്ഞിനെ. ഈ കരച്ചിൽ വേറെ ഒന്നിൻ്റെ അല്ല കേട്ടോ, വാക്സിൻ എടുത്തായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കൈ ഭയങ്കര പെയിനായിരുന്നു. അല്ലൂട്ടിനെ അനക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിനും പേടിയാണ്. ഞങ്ങൾ തൊടുവോ തട്ടു പോവോ എന്നൊക്കെ പേടിയായിരുന്നേ. സ്വന്തം ഏട്ടനാണ് ഇപ്പുറത്ത് കിടന്ന് വാ പൊട്ടിക്കറിയുന്നതൊന്നും നോക്കില്ല കേട്ടോ. അവിടെ മേക്കപ്പിലാണ്. കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നനമോടതൊക്കെ ദേഹത്ത് പുരട്ടണം എന്ന് പറഞ്ഞാൽ എല്ലാം പുരട്ടിയൊക്കെ കൊടുത്ത് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോൾ മേക്കപ്പിലാണ്. പെണ്ണിനാണെങ്കിൽ ഇപ്പോൾ വലിയ അമ്മായി വർത്താനാണ് കേട്ടോ. എന്തിട്ട് കൊടുത്താലും മനസ്സിനങ്ങോട്ട് പിടിക്കൂല. ഓക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ഓക്ക് ഇടണം, ഓക്ക് ഇഷ്ടമുള്ള കളറ് പൊട്ടിടണം, എല്ലാം തുമ്പിക്ക് ഇഷ്ടമുള്ള പോലെ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മയ്ക്കാണെങ്കിൽ കുളി കഴിഞ്ഞ് വന്നിട്ട് കണ്ണൊക്കെ എഴുതി കൊടുത്താലേ ഒരു സമാധാനം ഉണ്ടാവുള്ളേ. അപ്പം അമ്മ വേഗം കണ്ണൊക്കെ എഴുതി കൊടുക്കുകയാണ് തുമ്മമ്മയ്ക്ക്. റീനമ്മ വന്നതിന് ശേഷം തുമ്പിക്ക് വലിയ ജാടയാണ് കേട്ടോ. ഞങ്ങളെന്നും പിടിക്കൂലോ. സോ ക്യൂട്ട് ഗേൾ യു ആർ. കളർ രസല്ലാണ്. എല്ലാവരും ഇങ്ങനെ ഇങ്ങനെ നടന്നു പോകുമ്പോ അങ്ങനെ എല്ലാവരുടെയും കുളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് പോകാൻ കേട്ടോ. ഒരു 3-4 ഡേയ്സ് അമ്മ എൻ്റെ അടുത്ത് ഉണ്ടാവും. അപ്പോൾ ആ സമയം കൊണ്ട്, കിട്ടുന്ന സമയം കൊണ്ട് മാക്സിമം എന്തൊക്കെ ചെയ്തു തരാൻ പറ്റും അതൊക്കെ ചെയ്തു തരാണ് കേട്ടോ. പാവം റൂം ക്ലീൻ ചെയ്ത് തരാനും അലമാര ഒതുക്കാനും തുടങ്ങി പണി തന്നെയായിരുന്നു അമ്മയ്ക്ക്. ഈ 2 എണ്ണങ്ങൾ പിന്നെ എൻ്റെ അടുത്തേക്ക് ഒരു ആവശ്യത്തിനും വന്നില്ല. ഒക്കെ അമ്മമ്മ കുട്ടികളായിരുന്നു. ഇനി അമ്മ പോയി കഴിയുമ്പോൾ അവരുടെ അവസ്ഥ എന്താവും അറിയില്ല. ഓരോക്കെ കുളിച്ച് പോയിട്ടുണ്ടെങ്കിലും ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് എന്താണെന്ന് അറിയാം. എനിക്ക് അത്യാവശ്യമായിട്ട് കുറച്ച് വീഡിയോസ് എഡിറ്റ് ചെയ്യണമെന്ന് അത് ചെയ്യായിരുന്നേ. നല്ല ഡ്രസ്സാണത്. ഒരു ദിവസം 10-12 ജോഡിയാ ഒരുത്തി മാറ്റുക. ഈ ആരടി? ഹലോ, അതല്ലേ? നല്ല വേദന ഉണ്ട്. മോൻ കരകി എന്നിട്ട് കയ്യൊക്കെ അനക്കുമ്പോ അറിയാതെ തട്ടുമൊക്കെ ചെയ്യുമ്പോഴൊക്കെ. അമ്മമ്മ അവിടുന്ന് സംസാരിച്ചോട്ടെ, ഞാനിവിടെ മേക്കപ്പ് ചെയ്ത് കൊടുക്കാന്നുള്ള രീതിക്ക് അവിടെ പോയിട്ട് എന്തൊക്കെയോ എടുത്ത് വന്ന് അമ്മമ്മേനെ മേക്കപ്പ് ചെയ്യുന്ന പണിയിലാണ് കേട്ടോ തുമ്പി. പിന്നെ ഒരു ഗുണം എന്താ വെച്ചാൽ എൻ്റെ മേക്കപ്പ് ഐറ്റംസ് എടുത്ത് തുറക്കൂല. തുറക്കാണ്ട് ഫുൾ ആക്ഷൻ ആട്ടോ, ഫുൾ അഭിനയമാണ്. അല്ലാതെ അതൊന്നും ഒറിജിനലി ഇടൂല. ഓക്കാണെങ്കിലും വേറെ ഉള്ളവർക്ക് ഇട്ട് കൊടുക്കുകയാണെങ്കിലും. അപ്പോൾ ആ ഒരു സമാധാനം മാത്രമേ എനിക്കുള്ളൂ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു മൂഡ് വരുമ്പം ലിപ്സ്റ്റിക് അങ്ങോട്ട് തുറന്ന് അങ്ങോട്ട് പൂശും. അപ്പം എനിക്ക് നല്ല പണിയായിരിക്കും. ശരിക്കും ശിങ്കാരം എടുത്തിട്ടാ വരുന്നേ. ഇല്ല, തൊടൂല, തുറക്കൂല. സുന്ദരി ആരാ പഠിപ്പിച്ചെന്ന്? മേക്കപ്പ് ചെയ്യാനൊക്കെ ആരടി ഞങ്ങൾക്ക് പഠിപ്പിച്ചത്? എന്റെ ടീച്ചറാണോ ഞാനാണോ? നന്ദി വേണം, നന്ദി. റീനമ്മേനെ കണ്ടതിന് ശേഷം തുമ്പിക്ക് കുറച്ച് കൊഞ്ചൽ കൂടിയിട്ടുണ്ട് കേട്ടോ. എപ്പോഴും അമ്മമ്മ എടുക്കണം, പിന്നെന്താ ഭയങ്കര കൊഞ്ചുകുട്ടിയായിട്ടുണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പറയായിരുന്നു അടുത്ത ആളൂടെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ചെറിയൊരു കുശുമ്പൊക്കെ പൊട്ടാനിടയുണ്ട് എന്ന് വെച്ചാൽ. എല്ലാവരും കുഞ്ഞൊരു കുശുമ്പത്തൊക്കെ ആണ് കേട്ടോ നമ്മളെ തുമ്പി. അതിൻ്റെ ഇടയിൽ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു, ഇൻസുലിനൊക്കെ വെച്ചു. അപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ് ഞങ്ങളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ. കല്യാണിയും അമ്മയും തുമ്പിയും ഞാനും ഒക്കെ ഉണ്ട്, പിന്നെ ഉഷമ്മ ഉണ്ട്. അപ്പോൾ എല്ലാവരും പാടെ അവിടെ ഇരുന്ന് ഇങ്ങനെ. പിന്നെ ഇവരെ ഫുഡ് കഴിപ്പിക്കലും കാര്യങ്ങളൊക്കെ അമ്മേൻ്റെ വാലുമലായിരുന്നു കേട്ടോ അവർ. പിന്നെ അല്ലെങ്കിൽ ഉഷമ്മയോ അല്ലെങ്കിൽ ഞാനോ ഒക്കെയാണ് ഇങ്ങനെ കൊടുക്കുക. എന്നാലും ഇവരെ വയ്യാലെ ഒച്ചിട്ട് നടക്കണം. എന്ത് കഴിക്കല്ലോ കഴിക്കുന്നുമ്പിയെ, കഴിക്കല്ലോ കഴിക്കുന്നുമ്പിയെ. ഇതെനിക്കൊരു നാമജപമാണ് ഗൈസ് രാവിലെ. അപ്പം ആ ഒരു ടാസ്ക് എനിക്ക് കുറഞ്ഞു കിട്ടി. അതിൻ്റെ ഇടയ്ക്ക് ഹെയ്സു വന്ന്, പിന്നെ ഹെയ്സു എന്തോ കാര്യമായ കണക്ക് കൂട്ടില്ല. ഇതിൻ്റെ വിരലൊക്കെ എടുത്ത് കണ്ടോ, കണക്കൊക്കെ കൂട്ടുന്നുണ്ട്. എന്തൊക്കെയോ ആലോചിക്കാൻ പാവം പ്രാരാബ്ദങ്ങളൊക്കെ ഉള്ള കുട്ടിയല്ലേ. അങ്ങനെ പിന്നെ അല്ലൂട്ടനാണെങ്കിലും കഴിഞ്ഞ ദിവസം നമ്മൾ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അവിടെ നിന്ന് വാങ്ങിച്ച ഐറ്റമാണ് കേട്ടോ. ഇത് വെച്ചിട്ട് പിന്നെ അതെല്ലാം ഇത് അകത്ത് വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. അപ്പം ഞാനാ പറഞ്ഞത് ടൈലിലൊക്കെ ആയി വഴുക്കിയാൽ അമ്മ വഴിക്ക് വീഴും മോനെ, ഇനി അമ്മയ്ക്കൊരു വഴുക്കാനുള്ള ആവതും കൂടി ഇല്ല എന്നുള്ളത്. അങ്ങനെ ചെക്കനെ മെല്ലെ പുറത്തേക്ക് വിട്ടു. പക്ഷെ നല്ല ചൂടാണ് കേട്ടോ ഇവിടെ. അവിടേക്ക് എങ്ങനെ ഉണ്ടാവും കണ്ടില്ലേ? അത് അച്ഛനും ഇളയമൊക്കെ പുറത്ത് വന്നിരിക്കുക. ശരിക്കും വീട്ടിനുള്ളിലൊന്നും ഇരിക്കാൻ പറ്റില്ല, അത്രയും ചൂടാണ്, സഹിക്കാൻ പറ്റണില്ല. ഒന്നൊരു മഴ പെയ്തിരുന്നെങ്കിൽ നോക്കുമ്പോൾ ആഗ്രഹിച്ചു പോയില്ലേ, അങ്ങനത്തെ ഒരു അവസ്ഥ കേട്ടോ. എസ്പെഷ്യലി ഇപ്പം എല്ലാവരും അത്
എന്നോട് പറയില്ലേ ഞങ്ങൾക്കൊക്കെ ഇത്ര ചൂടുണ്ടെങ്കിൽ നിൻ്റെ അവസ്ഥ നിൽക്കുമ്പോൾ പ്രഗ്നൻ്റ് ആവുന്ന സമയത്ത് നമുക്ക് ഡിസ്കംഫർട്ട് കൂടുതലല്ലേ ചെയ്യാം. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ലാത്തൊരു അവസ്ഥയാണ്. ഞാൻ ഇടയ്ക്ക് AC ഇട്ടിട്ട് അവിടെ ഇരിക്കും, എന്നിട്ട് പിന്നെ 24 മണിക്കൂർ AC ഇട്ടാലും ശരിയാവില്ലല്ലോ. ഞങ്ങളെ കറണ്ട് ബില്ലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഞെട്ടും. അതുകൊണ്ട് പിന്നെ അതും പറ്റൂല, ഒക്കെ കൂടെ ശരിക്കും പറഞ്ഞാൽ സീനാണ്. അല്ലുവിനെ പ്രസവിച്ച് കിടന്നതും മാർച്ച് മാസത്തിലായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറേ അതും സഫർ ചെയ്തിട്ടുണ്ട്. അല്ലൂട്ടിനെ ചെയ്യിപ്പിക്കണം എന്താ അറിയോ, അവൻ കൈ തീരെ അനക്കണില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അനക്കാണ്ട് നടക്കണമാണെങ്കിൽ എനിക്കൊരു ടെൻഷൻ. അപ്പോൾ കൈ ശരിക്കും അനക്കണം, എന്നാലേ ഉള്ളൂ വേഗം ആ പെയിനൊക്കെ ഒന്ന് മാറി കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞ് അവനെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിക്കുക. പക്ഷെ ഓനുണ്ടല്ലോ മറ്റേ കൈൻ്റെ സപ്പോർട്ടോട് കൂടിയാണ് കൈയൊക്കെ പൊക്കണത്. അത് കാണുമ്പോൾ എനിക്കൊരു പേടി ഉണ്ടാവല്ലോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതാട്ടോ. അപ്പോൾ തുമ്പിമോളും എൻ്റെ വയ്യാലെ വന്ന്, എന്നിട്ട് ഓള് പറയാണ് താഴെ ഡൈനിങ് ഹാളിൽ AC ഇല്ല, അതുകൊണ്ട് ഓൾ ഇങ്ങോട്ട് വന്നതാണ്. ഇനി അച്ഛനോട് ഡൈനിങ് ഹാളിൽ AC ഉള്ളൊരു വീടുണ്ടാക്കാൻ പറയണമല്ലോ. ഓളങ്ങനെയാ പറയാം, എനിക്ക് ഈ വീട്ടിലൊന്നും നിൽക്കാനാവൂലേ, അച്ഛനോട് ഡൈനിങ് ഹാളിൽ AC ഉള്ളൊരു വീടുണ്ടാക്കാൻ പറയേ, അങ്ങനെയാ പറയാ തുമ്പി. എങ്ങനെയാ പറയാ? അച്ഛനോട് പഞ്ഞ് നോക്കട്ടെ, എൻ്റെ മുഖം കാണുന്നില്ല. ഇത് സുന്ദരി, അമ്മന്റെ സുന്ദരി മോളാണിത്. അതിപ്പെടണ്ട അമ്മന്റെ കുട്ടിക്ക് അമ്മ ഒരു സൂപ്പർ ഒരു ഡ്രസ് ഇട്ടിട്ട് ഒരു സ്ഥലത്ത് പോകുമ്പോട്ടരാം. ഓക്കെ, ഇങ്ങനെ ഈ അമ്മേനോട് പറയല്ലോ. പണി കൊടുത്തു നടക്കുന്നേ ഇവിടെയാണെങ്കിലും കിടന്നു വരാട്ടോ, അമ്മ പൊന്നിന്റെ കൂടെ കിടക്കാൻ വരാട്ടോ അമ്മമ്മ. അല്ലെങ്കിൽ ഇവിടെ ഇരുന്നു അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തോ. ഇങ്ങനെ പണിയെടുക്കാനാ ഇവിടേക്ക് വന്നേ. അല്ലുട്ടൻ പറഞ്ഞ സത്യാട്ടോ, വന്നപ്പോൾ തൊട്ടിട്ട് ഈ നേരം വരെയും പോവിടെ വരെയും അമ്മയുടെ ഈ മര്യാദയ്ക്ക് ഇരുന്ന് ഞാൻ കണ്ടില്ല. അമ്മ അങ്ങനെ ഓരോ പണി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. എൻ്റെ കബോർഡ് ഫുള്ള് സെറ്റാക്കി തരുന്നു, ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണു, കുറേ അലക്കിയതും മടക്കിയതും എന്ന് പറഞ്ഞിട്ട് കുറേ നടത്തം തന്നെയായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ കുനിഞ്ഞൊരു സാധനം നിലത്ത് നിന്ന് എടുക്കാൻ കൂടെ പറ്റണില്ല. എനിക്കിപ്പോൾ അത്രയും അത്യാവശ്യം കുറച്ച് ജോയിൻറ്റ് പെയിനും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി, നല്ല പെയിനൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഗൈസ്, പാവപ്പെട്ട കുട്ടിക്ക് ഒന്നും ഇടാല്ലാത്തതുകൊണ്ട് അമ്മേൻ്റെ ലെഗിൻസ് കുത്തി കയറ്റി ഇടുകയാണ്. വെരി നൈസ്. കന്നാസും കടലാസും ഐ കണ്ടോ, ചുരി പാൻ്റൊക്കെ ഇട്ടിട്ട് എജാതി കുട്ടിയാണ്. നോക്കിയാട്ടെ, ഒന്നും ഇടാല്ലോ മോളെ, പാവപ്പെട്ട കുട്ടി. അച്ഛനൊന്നും വാങ്ങിക്കും. ഇങ്ങോട്ടേക്ക് ഇവിടെ നിൽക്ക്, അമ്മമ്മേൻ്റെ അടുത്തേക്ക് നിൽക്കുക. അമ്മമ്മേൻ്റെ പാൻ്റ് ഇട്ടാൽ അമ്മമ്മേൻ്റെ അടുത്തേക്ക് നിൽക്കണം. വാവ്, സൂപ്പർ. അടുത്തത് കുറച്ച് നേരം എന്നോട് റെസ്റ്റ് എടുത്തോളാൻ പറഞ്ഞ് വായിട്ട് ഇളയ്ക്കാൻ വേണ്ടി ഒരു അശ്വിനി വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മേനോടൊക്കെ ഇങ്ങനെ കത്തിയടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സമയം അമ്മ എൻ്റെ കാല് നൈസായിട്ട് ഇങ്ങനെ മസാജ് ചെയ്തിട്ടാണ്. പണ്ടൊക്കെ ഉണ്ടല്ലോ ഞാൻ ഭയങ്കരമായിട്ട് കാല് കെയർ ചെയ്യുന്ന ഒരാളായിരുന്നേ. അതിനെക്കുറിച്ചാണ് അമ്മ ഈ വാചാലി ആയിക്കൊണ്ടിരിക്കുന്നത്. കാലൊക്കെ ഉണക്ക കാലായി. കിട്ടിയ തക്കത്തിന് അമ്മ അതിൻ്റെ ഇടയിൽ കൂടെ എനിക്കൊരു കുറ്റം തന്ന്. ഞാൻ സത്യമാണ് കേട്ടോ, അത് എൻ്റെ കാലുമ ചളിയേണ്ട കൈകൊണ്ട് തുറക്കുന്ന ടൈപ്പില്ലേ, അങ്ങനെയായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് കാല് കെയർ ചെയ്ത് നെയിൽ പോളിഷൊക്കെ ഇട്ട് അങ്ങനെ ഭംഗിയിൽ കൊണ്ടെടുക്കണം. ഇപ്പം നമുക്ക് എന്ത് ഏടെ അതിനൊക്കെ ഒരു നേരല്ലേ, ഇവരെ വയ്യാതെ ഓടാൻ തന്നെ സമയം ഉണ്ടാവില്ല. ഇപ്പാണെ കാലിൻ്റെ അടുത്തേക്ക് കൈയെത്തൂലല്ലോ, അതാണല്ലോ നമ്മളെ അവസ്ഥ. ഇടയ്ക്ക് ഞാനൊന്ന് ഒരുങ്ങി ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് എന്നെ കാണാൻ എനിക്ക് തന്നെ ഒരു കോലം തോന്നണ്ടേ. അടുത്ത ദിവസം PSCക്ക് പ്രിപ്പയർ ചെയ്യണം. ഈ ചോദ്യം വരെ എന്താണ് അച്ഛൻ എഴുതുന്നത്? അച്ഛൻ്റെ എക്സുകളുടെ പേരെഴുതാണ്. അത് ഇതിലൊന്നും തീരൂല, ഡയറി എടുക്കണം. അപ്പോഴാണ് പേപ്പറിൻ്റെ ഇടയിൽ ഇതാ ഈ ഒരു ഫോട്ടോ നിൽക്കുന്നത് കണ്ട്. പണ്ടത്തെ അച്ഛൻ്റെ അമ്മേൻ്റെ ഒരു കോലം നോക്കിയല്ലേ. അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു പ്രൊമോഷൻ്റെ വീഡിയോ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അശ്വിനിയാണ് വീഡിയോ എടുക്കുന്നത് ആസ് യൂഷ്വൽ അല്ലേ. അപ്പോൾ നമുക്ക് ആ വീഡിയോ എടുക്കുന്നതിനിടയിലാണ് ഞാൻ ഈ ഒരു രംഗം കാണുന്നത്. അച്ഛൻ നമുക്ക് കൈനീട്ടം കൊടുക്കാൻ മറന്നുപോയല്ലോ വിഷുവിന്. അപ്പോൾ അതാ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കൈയോടെ വാങ്ങിച്ചത് വേറെ കാര്യം. അങ്ങനെ നമ്മളിതാ പെട്ടി നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോവുകയാണ്. പക്ഷേ ഇത് ഫാമിലിയോട് അതായത് ടോട്ടൽ ഫാമിലിയോട് കൂടിയുള്ളൊരു പ്രൊമോഷനായിപ്പോയി. നിങ്ങൾ വീഡിയോ കണ്ടു വെക്കേണ്ടി കേട്ടോ. ഇതിൻ്റെ വീഡിയോ ഞാൻ എന്തായാലും പോസ്റ്റ് ചെയ്യും. അപ്പം അതിൻ്റെ ഉള്ളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ തന്നെയാണ്. എസ്പെഷ്യലി പ്രഗ്നൻസി ടൈമിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാവുന്ന കുറച്ച് ഐറ്റംസൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പം എരിവും പുളിയും എന്ന് പറഞ്ഞിട്ടാണ് ആ പേജിൻ്റെ പേര്. നല്ല എന്താ പറയുക, പേജിന് അന്വർത്ഥമാക്കുന്ന
പേരാണ് ഇട്ടിരിക്കുന്നത്. കാരണം എരിവും പുളിയുള്ള സാധനങ്ങൾ തന്നെയായിരുന്നു അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. കുറേ അച്ചാറുകൾ, ചമ്മന്തിപ്പൊടി, പിന്നെ ഉപ്പിലിട്ടത് തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് ആയിരുന്നു കേട്ടോ. എല്ലാ വിദ്വാന്മാരും ചുറ്റും കൂടിയുണ്ട്. പിന്നെ ഒരു നന്നായി ടേസ്റ്റിംഗ് ആയിരുന്നു മക്കളെ. കയ്യിൻ്റെ എണ്ണം കൂടി വരുന്നത് കണ്ടുള്ളൂ. റീനമ്മ, മക്കൾ, ക്യാമറമാനി അശ്വിനീൻ്റെ കയ്യും ഇടയ്ക്ക് നീളുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ, കല്യാണി, കട്ട തുടങ്ങിയിട്ട് എല്ലാവരും. അമ്മേനെ മാത്രം കിട്ടിയില്ല കേട്ടോ. അമ്മ അവിടെ ആലയിലോ എന്തിലോ എവിടെയോ ഒരു പണിയിലാണ് കേട്ടോ. അച്ചാർ നല്ല കിടുക്കൻ അച്ചാറായിരുന്നേ. എൻ്റെ അമ്മ ഒരു രക്ഷയില്ല. ഞാൻ അതിൻ്റെ വീഡിയോ ഷോർട്സ് ആയിട്ട് തന്നെ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി. എല്ലാം നല്ല അച്ചാറുകളായിരുന്നു കേട്ടോ. അതൊക്കെ കഴിക്കുമ്പോൾ ഞാൻ ഏറ്റവും മിസ് ചെയ്ത വൈശാഖേട്ടനെ. അതൊരു അച്ചാർ കൊതിയനാണ്. എസ്പെഷ്യലി വെളുത്തുള്ളിൻ്റെ അച്ചാർ കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഏട്ടന്. അപ്പോൾ അത് ഞാൻ ആദ്യം കാണിച്ചു കൊടുത്തപ്പടി വെളുത്തുള്ളി എടുക്കരുതേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഞാൻ വന്നിട്ട് കഴിച്ചോളാം, അത് അവിടെ തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് മൂപ്പര് കോള് വെച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എല്ലാവരുടെയും കൂടെ എന്താ പറയുക ഒരു ആവേശം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിപ്പോൾ ആ നേരത്തേക്കൊന്നും ബാക്കി ഉണ്ടാവും തോന്നുന്നില്ല എന്ന്. ടേസ്റ്റ് നോക്കി ഇത് ഇപ്പം തന്നെ തീരുന്നൊരു അവസ്ഥയായിരുന്നു കേട്ടോ. ഞങ്ങൾ എല്ലാവരും കൂടെ വലിച്ചു വാരി കഴിക്കലായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഒരു കൈ മാത്രം എന്താ കാണുന്നല്ലേ, അച്ഛനാണ്. അച്ഛൻ ഷർട്ട് ഇട്ടില്ലായിരുന്നു. ഓൺ വോയിസ് ഒക്കെ ഉണ്ട്. അച്ചാർ എങ്ങനെയുണ്ടെന്ന് അച്ഛൻ പറയണം. അച്ഛൻ വിളിക്കട്ടെ, പറയൂ. എന്തൊരു രുചിയാണ്. അച്ഛൻ അഭിനയം. അച്ഛൻ അച്ചാറൊക്കെ ഹാ എന്തൊരു രുചിയാണ്. അങ്ങനെയല്ല, ആ വീഡിയോ കാണണോ. ചെമ്മീൻപൊടി അതിനേക്കാളും ടേസ്റ്റ് തന്നെയാണ്. ഈ കടാപ്പുറത്തൂടെ അവസാനം 4 കപ്പൂസും അടിപൊളിട്ടാ. കണ്ട അച്ഛ ഇതെന്താ സോയാബീനോന്ന് അതൊന്ന് വരുന്ന ഒക്കെ എടുത്തു കഴിഞ്ഞ്. അമ്മ മാത്രല്ല, അമ്മേനെ എവിടെയും കിട്ടല്ല. സാമ്പിള് നോക്കട്ടെ. അഭിനയിക്കാൻ അച്ഛന്റെ ആക്ഷനായി. ബുദ്ധി വിവരമില്ലാത്തവനാണ്. അതാ പോന്ന കൊടുത്തില്ല. അമ്മ കട്ടാളത്ത് ചെണ്ടോട്ടാൻ പോയ അടിച്ചാണ് അവിടെ തന്നെ. അതാവുമ്പോ ഇരത്താളം ഉണ്ടാവുമല്ലോ. വായി തുറന്ന് അവസ്ഥയാണ് മാത്രം പറയുന്നേ. രക്ഷപ്പെടാം. ബാക്കി എന്താ പറയാ. അങ്ങനെ കുറേ നേരത്തെ വാചകമടിക്ക് ശേഷം ഒരുത്തനുണ്ട് നല്ല ചൂട് ചോറും അതിൽ ചമ്മന്തിപ്പൊടി അച്ചാറൊക്കെ കുഴച്ച് കൊണ്ടുവന്ന് നിൽക്കുന്നു. പിന്നെ നമ്മൾ വെറുതെ വിടുമോ, ലെവൽക്കും കൊടുത്തു, എനിക്കും കൊടുത്തു. പിന്നാമ്പുറത്ത് വായിദ്ദ വെള്ളം ഇങ്ങനെ ഉറ്റി വീഴുന്ന അശ്വിനിക്കും കൊടുത്തു, എല്ലാവർക്കും കൊടുത്തിട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മക്കളെ. അത് നല്ല ചൂടുള്ള ചോറ് വേണം, അതാണ് ഏറ്റവും ടേസ്റ്റ് കേട്ടോ. ചമ്മന്തിപ്പൊടി ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നമ്മൾ കുഴച്ച് കഴിക്കുന്നതിനേക്കാളും വേറൊരാൾ കുഴച്ച് വായിലിട്ടതിന് പ്രത്യേക ടേസ്റ്റാണല്ലേ. എൻ്റെ അമ്മമ്മ ആ കാര്യത്തിൽ പൊന്നെ എപ്പോഴാണെങ്കിലും അമ്മമ്മേൻ്റെ കൈയോട് കഴിച്ചാൽ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അതിൻ്റെ ഇടയ്ക്ക് വൈശാട്ടിനെ വിളിച്ച് ഞാൻ ഇതൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു പാവത്തിന്. അല്ലാണ്ട് ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യാനല്ലേ. അങ്ങനെ ഏട്ടനെ എന്തോ അനന്തതയിലേക്ക് നോക്കി ആലോചിച്ചുകൊണ്ടിരിക്കാൻ തോന്നുന്നു. എന്താണെന്ന് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓർമ്മ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തന്നേനെ. കിൻഡർ ജോയ്, നിങ്ങൾ കിൻഡർ ജോയ് ഒക്കെ വാങ്ങിയിട്ടുണ്ടല്ലോ. മോക്ക് 2 കിൻഡർ ജോയ് കേട്ടോ. എന്റെ കാട്ടിന് വേണ്ട. ഹലോ, ശ്രീമതേശി വിളിച്ചു. കൈ അനക്കാഞ്ഞ അങ്ങനെ തന്നെ ആയി പോവല്ലേ. ആരെ കൂടെ? ചെറിയച്ഛൻ്റെ കൂടെ. വേണ്ട,
ചെറിയച്ഛൻ്റെ കൂടെ പെട്രോൾ അടിക്കാൻ പോയിട്ട് കിൻഡർ ജോയ് വാങ്ങി വന്നതാണ് ഗൈസ്. ഇതിലും പോരും 2 മുട്ടായി തരുമോ? ഒന്നിൽ എന്തെങ്കിലും ടോയ്സ് ഉണ്ടാവും, ഒന്നിൽ മിഠായി. മറ്റേ നമ്മളെ മിഠായി ഉണ്ടാവുക. ഇടയ്ക്കൊന്നും കുറേ ക്ലിപ്പൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. അമ്മ മക്കളെയും കൊണ്ട് താഴെ ഇരിക്കുന്ന സമയത്തൊന്നും ഞാൻ ഓരോ വയ്യാതെ പോയി വീഡിയോ എടുക്കാൻ നിന്നില്ല ഗൈസ്. കാരണം ഞാൻ ആ സമയത്ത് നേരം കിടക്കട്ടെ വിചാരിക്കും. അതുകൊണ്ട് തന്നെ ക്യാമറയും പിടിച്ചവരെ പിന്നാലെ പോകാൻ പറ്റുന്നൊരവസ്ഥയല്ലാത്തത് കൊണ്ട് മൊത്തം ക്ലിപ്സ് ഒന്നും ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടില്ല എന്നല്ല, എടുത്തിട്ടില്ല. അങ്ങനെ പിന്നെ ഉച്ചയ്ക്ക് ചോറിനുമ്പാണ് ഞാൻ താഴേക്ക് ഇറങ്ങണത്. അപ്പോൾ പിന്നെ ചോറ് തിന്നു. സംഭവം ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ അല്ലും തുമ്പി ഉറങ്ങും. ഞാനൊന്ന് കുറച്ച് നേരം ചായാറാണ് പതിവ്. പക്ഷേ അമ്മ അങ്ങനെ ഓരോന്ന് എടുത്ത് നടക്കണതാണ് എനിക്ക് ഇങ്ങനെ കിടക്കാൻ തോന്നിയില്ല. പക്ഷെ അമ്മ എന്നെ ചീത്തറിയും പോയി കിടക്ക്, ഞാൻ ചെയ്തോളാം പറയട്ടോ. അങ്ങനെ കുറേ റൂം ഫുള്ള് ക്ലീനാക്കി തന്ന് എല്ലാം സെറ്റാക്കി തന്ന് പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലും സാധനം എടുക്കണമെങ്കിൽ ഞാൻ അമ്മേനെ വിളിക്കണം അങ്ങ് പത്തനംതിട്ടയിലോട്ട്. അമ്മേ ഈ സാധനം എവിടെയാണ് വെച്ചതെന്ന് ആ അവസ്ഥയായിട്ടുണ്ട്. കാരണം അമ്മയാണെല്ലാം സെറ്റാക്കി തന്ന് പോയിണ്ടായിരുന്നത്. വേറെ ഒന്നും ചെയ്തില്ലെങ്കിൽ അല്ലുവിനെ തുമ്പിനെ തീറ്റിക്കുന്ന കാര്യം ഏറ്റെടുത്താൽ തന്നെ എനിക്ക് ഒരു പകുതിയിലേറെ സമാധാനമാണ്. അവർ ഭക്ഷണം കഴിച്ച് കണ്ടാൽ തന്നെ എനിക്കൊരു മനസ്സിന് സമാധാനമാണ്. പക്ഷേ ആ ഒരു സമാധാനം അവരെനിക്ക് തരാറില്ല എന്നുള്ളതാണ് നഗ്ന സത്യം. ഇതിനാ ഞാൻ അങ്ങനെ വകുപ്പൊക്കെ ഉണ്ടാക്കുന്നത്, ഗ്ലാമർ താരത്തിനൊക്കെ പിടിക്കട്ടെ ഗൈസ്. ഇതാണ് പാലിൽ പഞ്ചസാര ഇട്ട്, പഞ്ചസാരല്ല, സൊസൈറ്റിയിൽ പഞ്ചാര വാരി വിതറുന്ന എല്ലാവരുടെയും കണ്ണിലുണ്ണിയായ, കണ്ണിൽ കരടായ കണക്കൊക്കെ കുറച്ച് കൂട്ടി എഴുതിക്കാളേ. ഞങ്ങളത് പാലിന്റെ അളവ് കുറച്ച് കൂട്ടി എഴുതിക്കാളേ. പറഞ്ഞു കൊടുക്കടി, അങ്ങനെ പറഞ്ഞു കൊടുക്ക്. ഫോണൊക്കെ എടുത്തിട്ടില്ല. അമ്മേന്റെ ഷൊഫാഫ് അറിയാലോ. അയ്യോ അമ്മമ്മേന്റെ കാലൊക്കെ പിടിക്കുന്ന ഫോണ് കളിക്കരുത് മോനെ. മോളെ അതല്ല, മറ്റേ ഡയലോഗ് പറഞ്ഞു കൊടുക്കും മോളെ. നിനക്ക് അമ്മേന്റെ നിന്റെ അമ്മേന്റെ സ്വഭാവം അറിയാലോ. എനിക്കൊരു കാര്യം പറയട്ടെ. വേണ്ട, ഇതെന്റെ സ്ഥലാണ്. കൈയൊന്ന് പൊക്ക്. കമ്പി പിടിച്ചിട്ടൊക്കെ നേരത്തെ ഇറങ്ങി. കൈ പൊക്ക്. എങ്ങനെയല്ല എന്നെ താത്തിയ ഒക്കെ തുമ്പി ചേച്ചി പറഞ്ഞു തരണോ. പിന്നെ മുകളിലേക്ക് ആക്കണം, മുകളിലേക്ക് ആക്കിച്ച് പിന്നെ ഇങ്ങനെ വെക്കണം, ഇത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം, പിന്നെ ഇങ്ങനെ ആക്കണം, ഇങ്ങനെ ആക്കണം. തുമ്പീനെ അല്ലുവിനെ ഉറക്കാനുള്ള അമ്മേൻ്റെ ഒരു ശ്രമമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. പക്ഷെ ഒക്കെ വെറുതെ ആയിട്ടോ. പിന്നെ ഞങ്ങൾ അപ്പൂനെ അരിനെ വിളിച്ച് കുഞ്ഞാവേനെയൊക്കെ കണ്ട് വർത്താനൊക്കെ പറയുകയാണ്. അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരം ആയപ്പോൾ ശംഖും കുഞ്ഞൂട്ടനും വന്നിട്ടുണ്ടായിരുന്നു. ഇത് കല്യാണിൻ്റെ ആപ്പൻ്റെ മക്കളാണ് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ എവിടേക്കാണ് പോകണമെന്ന് വെച്ചാൽ ഒരു ഷൂട്ടുണ്ട്. എനിക്കാണോ? അല്ല, നമ്മുടെ ഹേസുവിൻ്റെ ബർത്ത്ഡേ വരികയാണ് 29th. അപ്പോൾ അതിൻ്റെ പ്രീ ബർത്ത്ഡേ ഷൂട്ടിനോടനുബന്ധിച്ചാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗോഷോ സ്റ്റുഡിയോ ഇല്ലേ, അവിടെയാണ് ലൊക്കേഷൻ വരുന്നത് കേട്ടോ. ഈ വാട നനയുമ്പോൾ ചീര നനയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതുകൂട്ട് അവിടെ ഇവിടെ ഷൂട്ട് നടത്താൻ തുടങ്ങുന്നേ ഉള്ളൂ, സെറ്റൊക്കെ ഇടുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ സെറ്റ് മുണ്ട് കൊടുത്ത് പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിത് ഓൾറെഡി വീഡിയോ എടുക്കാണ്ടായിരുന്നു. അപ്പോൾ ഒരു ലൊക്കേഷൻ ചേഞ്ച് എന്നുള്ള മട്ടിൽ ഞാൻ അങ്ങ് പോയതാണ്. വീടിനടുത്ത് തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് അധികം ദൂരമൊന്നും യാത്ര ചെയ്യാമെന്നില്ല. അലൂസിന് സ്കൂളിൻ്റെ തൊട്ട് ബാക്കിൽ. അല്ലെങ്കിൽ നമ്മളെപ്പോഴും നമ്മുടെ വീടിൻ്റെ മുന്നിൽ താത്തേൻ്റെ വീടിൻ്റെ മുന്നിൽ, നമ്മളെ വീടിൻ്റെ മുമ്പിൽ താത്തേൻ്റെ വീടിൻ്റെ മുമ്പിൽ, ഇങ്ങനെയല്ലേ. അപ്പോൾ ഒരു ലൊക്കേഷൻ ചേഞ്ച് ആർക്കാണ് ഇഷ്ടമില്ലാത്തത്? എനിക്ക് ആഗ്രഹമുണ്ട് ഇങ്ങനെ എല്ലായിടത്തും പോയി വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന്. പക്ഷേ നമ്മുടെ അവസ്ഥ അങ്ങനെയാണ്, കൊണ്ടുപോകാൻ ആളില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഇപ്പോഴത്തെ സിറ്റുവേഷനും ഇങ്ങനെ ആയതുകൊണ്ട് അങ്ങനെ പോകാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും എനിക്കിത് വീഡിയോ എടുക്കണമായിരുന്നു. അപ്പോൾ കട്ടയും കല്യാണം പറഞ്ഞു, ഞങ്ങൾ എന്തായാലും ഷൂട്ടിന് പോവാണല്ലോ, അപ്പോൾ നീയും വന്നോ, നിനക്ക് അവിടെ നിന്ന് വീഡിയോ എടുക്കുകയും ചെയ്യാമല്ലോ, അപ്പോൾ പ്രീ ബർത്ത്ഡേ ഷൂട്ട് കാണുകയും ചെയ്യാമല്ലോ. അങ്ങനെ വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. കൂട്ടത്തെ റീനമ്മേനെയും അല്ലൂനെയും തുമ്പീനെയും ഒക്കെ കൂട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു തരുന്നത് ആസ് യൂഷ്വൽ നമ്മുടെ ക്യാമറാമാനി അശ്വിനി തന്നെയാണ്. അപ്പം കുറച്ച് വീഡിയോസ്, വളരെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും അവിടെ നിന്ന് എടുത്തു കേട്ടോ. പിന്നെ നമുക്ക് തിരിച്ചിങ്ങോട്ടേക്ക് എനിക്ക് കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ഈ ഒരു എനർജിയിലൊക്കെ നിൽക്കാൻ പറ്റുള്ളൂ. കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ എനർജി ചാർജ് ഇങ്ങനെ തീർന്നു പോകാറില്ലേ, അതുപോലെ ഇപ്പം പിന്നെ എവിടെയും പോയി കിടക്കുക ഇരിക്കുക ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞിൻ്റെ കഥ ആ അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചേരം ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്ന കുറച്ചൊരു സമയം എങ്ങനെയോ ഒന്ന് തല പൊന്തിയല്ലാതെ പിന്നെ ഞാൻ ഫുള്ള് സൈഡായിരുന്നു. ആടെ ഇവിടെയൊക്കെ പോയി ഇരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഇടയിൽ ഞാൻ അമ്മേനോട് അമ്മ വരുമ്പോൾ രണ്ടാക്കും കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന്.
പണ്ട് തുമ്പമ്മേനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയത്ത് അമ്മ അങ്ങനെ എൻ്റെ വയറിൽ പിടിച്ചുകൊണ്ടൊരു ഫോട്ടോ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതാണ് എനിക്ക് ഇതെടുക്കുമ്പോൾ ഓർമ്മ വന്നത്. അപ്പോൾ അവിടെ നിന്ന് അശ്വിനി പറയാം, റീനമ്മേ ചേച്ചിക്കൊരു ഉമ്മ കൊടുക്കുന്നു. പക്ഷെ അതൊന്നും ഇവളെ കുശുമ്പത്തി തുമ്പിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതാ ഞാൻ ഓളെ വേഗം നോക്കി കേട്ടോ. അപ്പോഴത്തേക്കും കണ്ടില്ല, അവൾ വേഗം കയറിയോളാം അമ്മമ്മേൻ്റെ അടുത്ത്. ഒക്കെ തീരെ അതൊന്നും ഇഷ്ടമല്ല, എന്നെ സ്നേഹിക്കുന്നതും കൊഞ്ചിക്കുന്നതും ഒന്നും ഇഷ്ടമല്ല. ഓളെ സ്വന്തം അമ്മമ്മയാണ് കേട്ടോ. അല്ലൂനെ എടുക്കുന്നവരെ കുശുമ്പത്തിയാണ് ഓള്. ഇനിയിപ്പോൾ അടുത്തതും കൂടെ വരുമ്പോൾ നല്ല രസം ഉണ്ടാവും. എൻ്റെ അല്ലൂട്ടൻ അങ്ങനെ ഒന്നുമല്ല കേട്ടോ. അല്ലൂട്ടൻ അങ്ങനത്തെ കുശുമ്പ് പരിപാടികളൊന്നുമില്ല. അതൊരു പാവാണ്. അതിന് എന്താ പറയുക, അങ്ങനത്തെ സങ്കടങ്ങളില്ല. ഓനെ കൊഞ്ചിച്ചില്ലേന് സങ്കടമാണ്, അത്രയേ ഉള്ളൂ. വേറൊരാളെ കൊഞ്ചിക്കുന്നത് കൊണ്ട് ഓനൊരു പ്രശ്നങ്ങളൊന്നുമില്ല. അങ്ങനെ എന്തായാലും ഞങ്ങൾ കുറച്ചായിരുന്നു വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ നേരെ സ്റ്റുഡിയോയിൽ കയറിയിരുന്നു കേട്ടോ. കാരണം നല്ല ചൂടായിരുന്നു, പുറത്തുനിന്ന് എവിടെ നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സ്റ്റുഡിയോയിലാകുമ്പോൾ AC ഉണ്ടല്ലോ. അപ്പോൾ അവിടെ കയറിയിരുന്ന് ഹേസുവിൻ്റെ ഷൂട്ടൊക്കെ കണ്ടു. അപ്പോൾ അതൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് ഓരോ റിവീൽ ചെയ്യട്ടെ. എന്നുവെച്ചാൽ കട്ടയും കല്യാണമൊക്കെ ഫോട്ടോസൊക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഞാൻ കാണിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൊന്നും കാണിക്കാത്തത് കേട്ടോ. തുമ്പമ്മയുടെ ഈ ഉടുപ്പ് ഓർമ്മ ഉണ്ടോ? ഞാൻ വിഷുവിൻ്റെ അന്ന് എടുത്ത ഉടുപ്പാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇങ്ങനത്തെ കുട്ടി ഉടുപ്പുകൾ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ കുറച്ചധികം നേരം അവിടെ ഇരുന്ന് നമ്മളൊരു ഇരുടായപ്പോഴാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണേ. അപ്പോഴത്തേക്കും ശംഖുവും കുഞ്ഞുട്ടനൊക്കെ തിരിച്ചിന്ന് അങ്ങോട്ടേക്ക് തന്നെ പോട്ടോ. കല്യാണീൻ്റെ വീടിനടുത്ത് തന്നെയാണ് ഒരേയും വീട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഫുഡീസിൽ കയറിയത് വൈശാട്ടിൻ്റെ ഫ്രണ്ടിൻ്റെ റെസ്റ്റോറൻ്റാണ് കേട്ടോ, ജംഷീദ് കാക്കേൻ്റെ. ശരിക്കും പറഞ്ഞാൽ നല്ലോണം വിശന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ക്ഷീണിച്ചിട്ടുണ്ട്. തുമ്പമ്മയും അല്ലൂട്ടനൊക്കെ വിശക്കുന്നെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ വിശക്കണം ശരിക്കും. അങ്ങനെ വിശക്കുമ്പോഴാണ് ഇവർ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കാണാറ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. നല്ല ക്ഷീണമുണ്ട് മക്കളെ. വീട്ടിലെത്തി കിടന്നാൽ മതി എന്നുള്ള അവസ്ഥയുണ്ട്. ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇവരെല്ലാവരും മന്തിയാണ് കഴിച്ചത്. ഞാനൊരു മന്തി ലവറേ അല്ല കേട്ടോ. പക്ഷേ നിവൃത്തിയിട്ടൊക്കെ കഴിക്കുമ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് പിന്നെ വേഗം വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തി പെടുന്ന ശംഖും കുഞ്ഞുട്ടനും പോയിട്ടുണ്ടായിരുന്നു. കാരണം ഇരുടായില്ലേ, ഇവിടെ നിന്ന് കുറച്ച് ദൂരമല്ലേ. അപ്പോൾ അവർ പോയി. അതാ ഹേസു നോക്കി നിൽക്കുകയാണ്. ഇനി തിരിച്ചു പോയി ഇതാ ഞാൻ ഒന്ന് മേലൊക്കെ കഴുകി ഫ്രഷായി ഒന്ന് കിടന്നിട്ടുണ്ട്. അത്രയും ക്ഷീണമാണ്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. കുറേ ക്ലിപ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് എടുക്കാനൊന്നും പറ്റുന്നത്. അല്ലോട്ടും വേഗം ഉറങ്ങിയിട്ടുണ്ട്, ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ലല്ലോ, അതുകൊണ്ട്. അപ്പോൾ കുറേ ക്ലിപ്പ് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. എന്താ സോറി ഇളയന്മാരെ. അപ്പം അടുത്ത വ്ളോഗിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ കാണാം. കുറച്ച് ദിവസം എന്തായാലും അമ്മ അവിടെ ഉണ്ടാവും. ഒരു 2-3 ഡേയ്സ് എന്നാണ് പറഞ്ഞത്. ഒരു 4 ഡേയ്സ് ഒക്കെ ആക്കി ഞാനങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ബാക്കിയുള്ള വിശേഷം എന്തായാലും അടുത്തതിൽ പറയാം. രാത്രി കിടക്കുന്നതിന് മുമ്പ് ഒരു മേക്കപ്പ് അത് തുമ്പമ്മയ്ക്ക് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നും ചെയ്യല്ല, ചെയ്യുന്ന പോലെ അഭിനയിക്കും. ഓക്കെ, അപ്പോൾ ഇത് കാണുമ്പോൾ വൈശാട്ടൻ പറയും, എൻ്റെ പൊന്നേ നിന്നെ കണ്ടിട്ട് നല്ലോണം പഠിച്ച് വെച്ചിട്ടുണ്ട്. എല്ലാത്തിനും കുറ്റം ഇമ്മക്ക് തന്നെ. എന്തായാലും നല്ലതൊക്കെയാണല്ലോ പഠിച്ചത്. കുട്ടി അങ്ങോട്ട് മേക്കപ്പ് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബേബി, സീ യു, ബൈ.